പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ വരുന്ന സീസണിലേക്ക് വേണ്ടി 2 മികച്ച സൈനിങ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപാട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിലവിലിപ്പോൾ മികച്ച യുവതാരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരത്തിനെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ISLൽ നിരവധി മത്സരങ്ങളെല്ലാം കളിച്ച് നല്ല പരിചയസമ്പത്തുള്ള താരമായിട്ടുള്ള റൗളിംഗ് ബോർഗസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ടിട്ടുമുണ്ടായിരുന്നു. റൗളിംഗ് ബോർഗസിനെ പോലത്തെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആയുള്ള ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത് അത് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അയ്മൻ അസർ പോലത്തെ മികച്ച യുവതാരങ്ങൾ ക്ലബ്ബ് വിട്ടുപോയത് ബ്ലാസ്റ്റേഴ്സിന് അല്പം തിരിച്ചടി നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. റൗളിംഗ് ബോർഗസിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് കൂടി ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. 6 വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട്. അതിൽ 2 താരങ്ങൾ ലോൺ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബ് വിട്ടുപോയിരിക്കുന്നത്. ബാക്കിയുള്ള 4 വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിനോട് വിട പറയുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു വിദേശ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. മാരിയൻ റൂസ് എന്ന 22 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 22 വയസ്സ് പ്രായം വരുന്ന ഈ ഒരു താരം ഒരു ജർമ്മൻ താരം കൂടിയാണ്. മാത്രമല്ല, ഈ ഒരു താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടാണ് കളിക്കുന്നത്. ജർമ്മനിയുടെ അണ്ടർ-18 ടീമിന് വേണ്ടിയെല്ലാം കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. എന്തായാലും നല്ലൊരു നീക്കം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇനിയും ചില സൈനിങ്സ് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.